ഹായ് ഫ്രണ്ട്സ്, പ്രേഷ്യസ് ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പഴം ഉപയോഗിച്ച് രണ്ട് രീതിയിൽ പലഹാരമുണ്ടാക്കാം. ഇതിനായി നമ്മൾ നന്നായി പഴുത്ത വാഴപ്പഴമാണ് എടുത്തിരിക്കുന്നത്. വാഴപ്പഴം ഒരുപാട് പഴുത്തതായാലും കുഴപ്പമൊന്നുമില്ല, ഇനി കുറച്ച് പഴുത്തതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു പഴുത്ത വാഴപ്പഴം വേണമെന്നതാണ് മാത്രമാണ് ആവശ്യം. കാരണം നമ്മൾ ഇതിലേക്ക് മധുരത്തിനായി പഞ്ചസാരയോ ശർക്കരയോ മറ്റൊന്നും തന്നെ ചേർക്കുന്നില്ല. നന്നായി പഴുത്ത വാഴപ്പഴത്തിന് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യാം. ചെറിയ ചെറിയ രീതിയിൽ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ നീളത്തിൽ കട്ട് ചെയ്യാം. നമുക്ക് ഏത് രീതിയിലാണോ ഇഷ്ടമുള്ളത് ആ രീതിയിലേക്ക് ഇത് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇവിടെ കനം കുറച്ച് നീളത്തിലും വട്ടത്തിലും കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ്. അതിനുശേഷം കുറച്ച് നെയ്യും കുറച്ച് എണ്ണയും എടുക്കുക. നെയ്യും എണ്ണയും ഒരുപോലെ എടുക്കുന്നത് കൊണ്ട് എല്ലാവർക്കും സംശയം തോന്നാം, എന്തിനാണ് രണ്ടും ഒരുപോലത്തെ സാധനങ്ങൾ ഇതിനു വേണ്ടി എടുക്കുന്നതെന്ന്. ഇനി ഒരു ദോശക്കല്ല് എടുക്കുക, അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുക. നെയ്യ് ഒഴിച്ച ശേഷം നേരത്തെ നമ്മൾ വട്ടത്തിൽ അരിഞ്ഞരിഞ്ഞ് വെച്ചിരിക്കുന്ന കഷ്ണങ്ങളെ നമ്മൾ ഓരോന്നായി അതിലേക്ക് എടുത്തു വയ്ക്കുക. കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ അത് നന്നായി വെന്ത് വരുന്നത് കാണാം. അങ്ങനെ വെന്ത് വന്നു കഴിയുമ്പോൾ നമ്മൾ ഇതിനെ തിരിച്ചിടുകയാണ്. തിരിച്ചിട്ട് കുറച്ചു നേരം കൂടി വേവിക്കുക. വീട്ടിൽ പെട്ടെന്നൊരു അതിഥി വന്നാൽ ഞൊടിയിടയിൽ നമുക്കൊരു പലഹാരം ഉണ്ടാക്കാൻ ഈ ഏത്തപ്പഴം ഉപയോഗിച്ച് നമുക്ക് പറ്റും. ഒരു തേയിലയോ അല്ലെങ്കിൽ ഒരു ചായയോ ഇടുന്ന ആ സമയത്തിനിടയിൽ തന്നെ നമുക്കിത് നല്ലപോലെ ഉണ്ടാക്കിയെടുക്കാനായി പറ്റും. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ച ശേഷം ഇവിടെ നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് എണ്ണയിലേക്ക് ഇടുന്നത്. എണ്ണയിലേക്ക് ഇട്ട ശേഷം നമ്മൾ സാധാരണ ചിപ്സ് ഉണ്ടാക്കത്തില്ലേ, അതുപോലെ ഇതിനെ നന്നായി വെന്ത് കഴിയുമ്പോൾ കോരി മാറ്റി. പഴുത്ത പഴം ഉപയോഗിച്ച് അങ്ങനെ രണ്ട് വിഭവങ്ങൾ വളരെ കുറച്ച് സമയത്തിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നന്നായി പഴുത്ത പഴമായതുകൊണ്ട് തന്നെ വളരെ വേഗം ഇത് വേകുന്നതുമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് നന്നായിട്ട് നിൽക്കണം. പെട്ടെന്ന് തന്നെ ഇത് തിരിച്ചും മറിച്ചും ഇട്ട് പെട്ടെന്ന് തന്നെ എടുക്കാനായി ശ്രമിക്കുക, ഇല്ലെങ്കിൽ ഇത് വളരെ വേഗം കരിഞ്ഞു പോകുന്നതായിരിക്കും. കുട്ടികളൊക്കെയുള്ള വീടുകളിലാണെങ്കിൽ പെട്ടെന്ന് ഒരു പലഹാരം ചോദിച്ചാൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള ഒരു പലഹാരം കൂടിയാണിത്. പഴം കഴിക്കില്ല എന്ന് പറയുന്ന ഒരുപാട് കുട്ടികളുണ്ടല്ലോ. അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ നമുക്ക് ഇങ്ങനെ തയ്യാറാക്കി കൊടുക്കാം. അവരെന്തായാലും കഴിക്കും. ഇങ്ങനെ തയ്യാറാക്കി കൊടുത്തു നോക്കൂ. പഴുത്ത പഴം ഉപയോഗിച്ച് അങ്ങനെ രണ്ട് വിഭവങ്ങൾ വളരെ കുറച്ച് സമയത്തിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഉണ്ടാക്കി നോക്കുവാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. എൻ്റെ ഈ ചെറിയ ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റുകളായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങൾ ഇതിലെ കണ്ടന്റുകൾ മറ്റുള്ളവർക്ക് കാണുന്നതിനായി ഷെയർ ചെയ്യുക. നിങ്ങൾക്കായി ഞാൻ നല്ല നല്ല കണ്ടന്റുകളുമായി എന്നും വരുന്നതാണ്.